ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ പഴം വച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ടുള്ള പഴം വിളയിച്ചതിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ആ നെയ്യൊന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോൾ അതിലേക്കൊരു 3 ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പഴുക്കാത്ത പഴം വേണം എടുക്കാനായിട്ട്. ഇനി ആ പഴത്തിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി വന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പഴത്തിൻ്റെ കളർക്കൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് പഴത്തിലേക്ക് ചേരണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പഴവും പഞ്ചസാരയും നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് റൈസിൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. കാഷ്യൂം റൈസിൻസും ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്ന ടൈമിൽ അതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴം വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞ ടൈം കൊണ്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.